എൻ്റെ വീട്ടിൽ ഞാൻ മാതാവ് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് എന്നോട് പറഞ്ഞു, ഒന്ന് എൻ്റെ മോന് കൊച്ചുണ്ടാവുമെന്നും അത് 9-ാം തീയതി ആണെന്നും പറഞ്ഞു. എൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു 9-ാം തീയതി. നവംബർ 9-ന് നീ കൊച്ചിനെ എടുക്കാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അതിനു മുമ്പ് കുറേ തടസ്സങ്ങളുണ്ടായി. അവൾ 5-ാം മാസത്തിൽ ഡെലിവറി ആവുമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് അത് സ്റ്റിച്ചിട്ടിട്ട് കൃത്യം നവംബർ 8-ന് രാത്രി പ്രസവിച്ചു. 9-ന് എൻ്റെ കയ്യിലേക്ക് കൊച്ചിനെ കിട്ടി. പിന്നെ ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തിനാ സങ്കടപ്പെടണേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജോർജ് മിണ്ടി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേടാ മോനെ എന്ന് പറഞ്ഞു. മാതാവും നെഞ്ചത്തിൻ്റെ അടുപ്പിലേക്ക് അടുപ്പിച്ചിട്ട് പറഞ്ഞു 5 സെൻറ്റൻസ് ഇംഗ്ലീഷും 5 സെൻറ്റൻസും മലയാളവും പറയാൻ പറഞ്ഞു. അവനത് പറയണമായിട്ട് ഞാൻ കണ്ട വഴിക്ക് ഞാൻ മറിയോട് പറഞ്ഞു, എൻ്റെ മോളോട് പറഞ്ഞു ഇപ്പം തന്നെ നീ ഉടമ്പടി എടുക്കണം, അവന് മാറ്റം വരും, മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ വീട്ടിലല്ല, ഇപ്പോൾ നാട്ടിലേക്ക് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പത്രം കൊടുക്കുക. എൻ്റെ അനുഭവങ്ങളിൽ കൂടെയാണ് ഞാൻ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുക. എൻ്റെ ഹസ്ബൻഡ് മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയിട്ട് ഈ ചിട്ടി അങ്ങനത്തെയൊക്കെ വിളിക്കാൻ നേരത്ത് കേസിൽ കിടക്കണ വീട് ശരിയാവാൻ വേണ്ടി അങ്ങനെ പല പല കാര്യങ്ങൾക്ക് കൊണ്ടുപോയിട്ട് അത് വിജയിച്ച് വരാറുണ്ട്. മാതാവിനെ ഭദ്രമായിട്ടൊരു ചെപ്പിലാക്കി ഞങ്ങളുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ വയ്ക്കും. ഞാൻ എവിടെ പോയാലും ഹസ്ബൻഡ് പറയും ഇത് കൊണ്ടുപോകല്ലേട്ട്, ഇത് കൂടി ഇരിക്കട്ടെ, നഷ്ടപ്പെട്ടു പോകുന്നു. ഞങ്ങളുടെ ഫാമിലി മുഴുവൻ പ്രാർത്ഥനയിലായി. മാതാവും തിരുക്കുമാരനും 1000 നന്ദി. ഇഷ്ടംമാതിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നിട്ടുണ്ട്. സമയച്ചുരുക്കം കൊണ്ട് പറയാത്തതാണ്. ഇവിടെ വന്നാൽ നമ്മൾ പറയണേലും കൂടുതൽ അനുഗ്രഹം വീട്ടിലേക്ക് വരും, ഉറപ്പാണ്. നമ്മൾ നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നടത്തുന്ന ആളാണ് സഞ്ചാരി മാതാവ്. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്.